വില്ലാജുവിലെത്തി. എന്തിനാ ഡുഡു വില്ലാജുവിൽ വന്നേക്കുന്നത്? എന്ത് ഷോപ്പിംഗാ? ആരുടെ? എന്താണ് അപ്പൊ ഇന്ന് ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് വേണ്ടത്? സെഫോറന്ന് മാത്രം മതി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് വില്ലാജുവിൽ വന്നിട്ടുണ്ട്. സെഫോറയിലേക്ക് പോവാ. ഇവരുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കുകയാണ്. അപ്പൊ ഇവർക്ക് നമ്മളൊരു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. ആ ബഡ്ജറ്റ് അങ്ങോട്ട് അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള സാധനം സെഫോറന്ന് മേടിച്ചോട്ടെ എന്നുള്ള ഒരു ഐഡിയ ആണ്. അങ്ങനെ ഗൈസ്, ദേ ഞാൻ എൻ്റെ കാർഡ് ഹയയുടെ കയ്യിലും സനുക്കയുടെ കാർഡ് റയയുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര ഡാമേജ് ആണ് വരാൻ പോണേന്നുള്ളത്. ഇങ്ങനെ രണ്ടും ഹാപ്പി ആയിട്ട് ഇതാ പോകുന്നുണ്ട് സെഫോറയിലേക്ക്. കൗണ്ടർ ഹുദ ബ്യൂട്ടി ആണ്. ഇവിടുന്ന് എന്താ? ഏത് പൗഡർ? സെറ്റിംഗ് പൗഡർ. കുറേ സാധനങ്ങളുണ്ട്. എന്താണ് വാങ്ങിക്കപ്പോ? ഹുദ ബ്യൂട്ടീൻ്റെ ഈ ഒരു ഈസി ബ്ലർ എന്ന് പറയുന്ന ഈ ഫൗണ്ടേഷൻ പൊളി സാധനമാണ്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ തീർന്ന റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണിത്. പൊളി ഐറ്റമാണ്. സെഫോറ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അയ എത്ര രൂപയ്ക്ക് മേടിച്ചു? 562. ഓക്കെ, റയയുടെ ബഡ്ജറ്റ് എത്ര പോയി? ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞോ. 625. അപ്പം ഇതൊക്കെയാണ് അവർ മേടിച്ച സാധനങ്ങൾ. നമ്മൾ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഞാനും മേടിച്ചു എൻ്റെ യൂഷ്വൽ സാധനങ്ങൾ. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ PF ചാങ്സ് വന്നിട്ടുണ്ട് ഫുഡ് അടിക്കാനായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രഞ്ച്? ഒരാഴ്ച വീട്ടിലില്ലായിരുന്നു ഗൈസ്. അതായത് ഹൗസ് ഓഫ് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. അപ്പൊ അതിന്റെ ഫ്രാൻസിൽ നിന്ന് കുറെ ഡെലിഗേഷൻസ് വന്നിരുന്നു. അപ്പോ ആ പാട്ടായിട്ട് ഞാനും ആ ഡെലിഗേറ്റ്സിന്റെ ഗ്രൂപ്പിലായിരുന്നു. 4 ദിവസം അതിൽ ഇപ്പൊ 3 നൈറ്റ്സ് ഹോട്ടൽ സ്റ്റേ ഹോട്ടലിലായിരുന്നു സ്റ്റേ. കപ്പറില് ബാക്കിയെല്ലാവരും ഫ്രാൻസിൽ നിന്നും മറ്റേ UK എന്നൊക്കെ വന്നവരാണ്. ഞാൻ ഇവിടെ ലോക്കലി ഉള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് ഹോട്ടൽ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ മഹാന്മാരെ അങ്ങനെയൊക്കെന്ന് പറയും. വലിയ ആൾക്കാർ, ഓരോ വലിയ കമ്പനീസിന്റെ CEOs, MD, ഫ്രഞ്ച് അംബാസഡറിനായിട്ടും ഡിന്നർ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് എംബസിയില്. അതടിപൊളിയാണ്. ഫ്രഞ്ച് അംബാസഡർ എന്നൊക്കെ തന്നെ ഇത്രയും സിംപ്ലപ്പനായിട്ടുള്ള ഒരാള് എൻ്റെ ഒരു നമ്മളടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഹെഡ് ചെയ്ത് പരിചയപ്പെടുന്നുണ്ട്. ഇത്രയും സിമ്പിൾ മനുഷ്യൻ. അങ്ങനെ കുറച്ച് 4 ദിവസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിനു വേണ്ടി അപ്പൊ ആ പിള്ളേരെ ഗിഫ്റ്റ് മേടിക്കാൻ ഞാൻ അങ്ങനെ സനിക്കാരിങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അതേ അങ്ങനെ 2 നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി ആയാ? ഓക്കെ, എന്താണ് ഓർഡർ? ഡൈനാമൈറ്റ് ഷ്രിംപ്, മംഗോളിയൻ ബീഫ്, യൂഷ്വൽ, ഡിയോറിന്റെ പെർഫ്യൂം അല്ലേ? കാരണം എനിക്ക് അമ്മേ സി ഗൈസ് നമുക്ക് സാമ്പിൾ തന്നുണ്ട്. ഡിയോറിന്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. സെറ്റിംഗ് പൗഡർ ഹുദ ബ്യൂട്ടിന്റെ. How can I explain this? Like to set your makeup like this, and the mascara. Glossier mascara. Kayali perfume. How much is Kayali perfume? The mini one, 117. ഈ ഒരു ചെറിയ ബോട്ടിലിനല്ലേ 117. Sephora lip tint pencil. NARS concealer. നാസിന്റെ കൺസീലർ. ഓക്കെ, And then എൽഫ് ഉണ്ടല്ലേ ഇപ്പൊ അവിടെ? lip tint. This is 35 years. Try Yes, I have Too Faced setting spray. Yeah, lip liner from Too Faced. Tarte concealer. Tarte concealer. Why Hayat, NARS and Raya Tarte? What's the difference? I think NARS is really good.
NARS is very good. Okay. Sephora. Last one. Urban Decay highlighter. Dust, eyeshadow and highlighter. Eyeshadow highlighter. ഓക്കെ. ഞാൻ എപ്പോഴും സ്ഥിരം മേടിക്കുന്ന ഒരു സാധനമാണ് സെഫോറയുടെ മറ്റേ ഫേസ് പൗഡർ. ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇറ്റ്സ് എ വെരി ഗുഡ്. മെയിൻ തിങ് അതിൻ്റെ ഒരു യെല്ലോ ടിൻറ്റ് ഷെയ്ഡാണ്. നമുക്കൊരു പെട്ടെന്ന് ഒരു നാച്ചുറൽ ഗ്ലോയി ലുക്ക് വേണമെങ്കിൽ ദിസ് ഇസ് യൂസ്ഫുൾ. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ തെറ്റായ ഷെയ്ഡാണ് എടുത്തത്. ഇത്തവണ ഞാൻ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹുദ ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷൻ ഈസി ബ്ലറാണ് ഹുദ ബ്യൂട്ടീൻ്റെ. എൻ്റെ ഷെയ്ഡ് മാക്കിയാട്ടോ 400G ആണ്. വെരി 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 മസ്റ്റ് ആണ്. സത്യമായിട്ടും ഇത് നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക ഭയങ്കര ലൈറ്റാണ്. നമുക്കങ്ങനെ മേക്കപ്പ് ഫൗണ്ടേഷൻ ഉണ്ടെന്നുള്ള ഒരു തോന്നലേ ഇല്ല. ഞാൻ ഡെയിലി ഓഫീസിൽ യൂസ് ചെയ്യുന്ന മേക്കപ്പാണ്. ആകെ ഞാൻ ഈ ഒരു 2 സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. And it's very effective. So, പോയി വാങ്ങിച്ചു നോക്കിയിട്ട് തണ്ണി ലിറ്റർ എന്ന് എനിക്ക് പറയാവുള്ളൂ. ഓക്കെ. സോ PF Chang'sൽ ഫസ്റ്റ് മെയിനായിട്ട് കഴിക്കേണ്ട സാധനമാണ് ഡൈനമൈറ്റ് ഷ്രിമ്പ്. ഇത് പണ്ട് ദുബായിൽ പോയിട്ട് ഹയ കഴിച്ചിട്ട് നമ്മൾ ഹയേൻ്റെ ഫേസ് ഒക്കെ പെട്ടെന്ന് വേറൊരാളായി മാറിപ്പോയായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ വരുമോ എന്നറിയില്ല. അതുകൊണ്ട് ഹയ ഇത് 1-2 കഴിച്ചാൽ മതി, കൂടുതൽ കഴിക്കാൻ നിൽക്കണ്ട. അല്ലേ സനക്ക? അതെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡ്രിങ്ക്. മമ്മൂട്ടിയുടെ സ്റ്റിക്കർ രാജമണിക്ക് നെല്ലിണ്ട്. ദുബായിലെ ഷ്രിമ്പാ പറ്റാത്തല്ലേ. മംഗോളിയൻ ബീഫ് ഉണ്ട്. ഇത് എന്തോ ഒരു എന്ത് സാധനം? കൊറിയൻ ബിബിംബ. കൊറിയൻ പറഞ്ഞ സാധനം. പിന്നെ നമ്മുടെ ഫേവറേറ്റ് നൂഡിൽസ് ആട്ടോ, ലോമീൻ എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. ഇത് പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന സാധനമാണ്. ആരാന്ന് വെച്ചാൽ ട്രൈ ചെയ്തിട്ട് പറ കൊള്ളാവുന്നു. ബിബിൻ മോന് എന്തോ ആണ്. നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് പിടിച്ചിരിക്കുകയാണ് ഗൈസ്. മകളുടെ പണിയാണ് എന്താ വരുന്നത്. എന്റെ ഏതെങ്കിലും കൂറ ഫോട്ടോ ആയിരിക്കും. അയ്യോ തിണ്ടിൽ. How's it? Yep. One. അല്ലേ ഇന്ന് ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇതുങ്ങളുടെ 2 ബർത്ത്ഡേ ആണ് നാളെ. അപ്പം ഇന്ന് നമ്മൾ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവരൊരു ചെറിയ ഗെറ്റ് ടുഗെദർ പിക്നിക് പാർട്ടി പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആസ്പയർ പാർക്കിലേക്ക് പോവാണ്. അവിടെ കുറച്ച് പരിപാടി ഉണ്ട്. അതായത് ഒരു ഡെക്കോ ചെയ്യുന്ന ഒരു ടീമിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു പിക്നിക് സെറ്റപ്പ് ചെയ്യണം. കേക്ക് വന്നിട്ടുണ്ട്, കേക്ക് റെഡിയാണ്. പിന്നെ ഒരു ചെറിയ ഇവരെ ഫ്രണ്ട്സ് മാത്രമുള്ള ഒരു ചെറിയ പരിപാടിയാണ്. അപ്പം നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോഗ്രാഫറിനെ സെറ്റാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് പരിപാടി, ഫോട്ടോ എടുക്കുക. നമ്മൾ പിന്നെ ഞാനും സനുക്കായി നമ്മുടെ വാടുവയ്ക്ക് പോകും. പിന്നെ ഇവർ ഫ്രണ്ട്സ് സെലിബ്രേറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്നു. ഇതാണ് ഇന്നത്തെ പ്ലാൻ. ബിക്കോസ് ഇത്തവണ ഇങ്ങനത്തെ ചെറിയ രീതിയിൽ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആരാ നോക്കിയേ. അപ്പോൾ മെയിൻ തിങ് ഇവർക്ക് 15-ാം തീയതി എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു സ്റ്റേക്കേഷൻ പരിപാടിയും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത്തവണ വളരെ ചെറിയ ഒരു സംഭവമേ ഉള്ളൂ. നാളെ ബർത്ത്ഡേ ആണെങ്കിലും ഇരുത്തി പഠിപ്പിക്കണം. മറ്റന്നാൾ ഒരു പരീക്ഷ എഴുതണം. അപ്പം അതേ ഉള്ളൂ. അതാണ്. അപ്പം ഓക്കെ, ചെറിയ ഒരു സെലിബ്രേഷനിൽ അപ്പോൾ നിങ്ങളും കൂടി ജോയിൻ ചെയ്യൂ. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ അതേ ബർത്ത്ഡേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബർത്ത്ഡേ ഗേൾസ്. ഫഹീമ ഇവരെ വെസ്റ്റിയാണ്. നമ്മളിതേ ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ആസ്പയർ പാർക്ക് എത്തിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഒരു നല്ലൊരു തണലൊക്കെ ഉള്ളൊരു സ്പോട്ട് കണ്ടുപിടിച്ച് ഇനിയിപ്പോൾ ഡെക്കോൻ്റെ ആൾക്കാർ ഓൺ ദ വേ ആണ്. ഫോട്ടോഗ്രാഫർ ഓൺ ദ വേ ആണ്. ഫ്രൈഡേ ആയത് കാരണം അപ്പുറം ഇപ്പുറം ഒക്കെ ഫാമിലിയാണ്.
പക്ഷേ ഓവർ പ്രൈവസി ഒന്നും പ്രതീക്ഷിക്കേണ്ടത് കാരണം ഉള്ള പ്രൈവസിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഫ്രൈഡേ ആണ് എല്ലാവരും. എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് ഖത്തറിലെ ക്ലൈമറ്റ് അങ്ങോട്ട് മാറി എന്നുള്ളതാണ്. നല്ല തണുപ്പായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച 2 മുമ്പ്. ഇപ്പം അത്ര അങ്ങോട്ട് തണുപ്പില്ല, ഒരു ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്. ഇതാണ് ആസ്പയർ പാർക്ക് ഓഫ് ഖത്താർ. ഓക്കെ, ഒരുപാട് മരങ്ങളും പച്ചപ്പും ഒക്കെ ഉള്ള ഒരു പാർക്കാണ്. ഇന്ന് എനിക്ക് ഡ്രസ് കോഡ് പറഞ്ഞത് പിങ്കും റെഡും ആണ്. ഞാനത് പക്കാ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിങ്ക് ക്യൂട്ട് ഒക്കെ ആണ് ബോയൊക്കെ ചെറിയ പിള്ളേരല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പിക്നിക് സ്പോട്ട്. ഡെക്കോ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം സെറ്റാക്കിയിട്ട് ഫൈനൽ പരിപാടി കാണിച്ചു തരാം. സോ അങ്ങനെ ഒരു നല്ല ഐക്കോണിക് പ്ലേസ്, അതായത് ഖത്തറിലെ ഏറ്റവും ഐക്കോണിക് പ്ലേസ്, ഒരു ടവർ എന്ന് പറയുന്ന സാധനമാണ് ഈ സാധനം. ഇത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മോളുണ്ട്, വില്ലാജിയോ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ടോർഷ് ടവർ ദോഹ. അതിൻ്റെ വ്യൂ ഒക്കെ ആയിട്ടാണ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അടിപൊളിയായിട്ടില്ലേ? അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ്. അടിപൊളിയായിട്ടില്ലേ? പിള്ളേരുടെ ബർത്ത്ഡേക്ക് ഒരു വാലന്റൈൻസ് തീമാണ് തവണ നമ്മൾ പിടിച്ചത്. കാരണം ഇവർക്ക് ഇത്തവണ 14 വയസ്സാവുകയാണ് ഫൈനലി, 14 ഫെബ്രുവരി. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു തീമാണ് പിടിച്ചേക്കുന്നത്. സോ നോക്കിയേ, ഒരു ബാക്ക് ഡ്രോപ്പ് നല്ല രസമല്ലേ, ഒരു ബോഹോ വൈബിൽ. പിന്നെ അതെ ഇങ്ങനെയൊരു സെറ്റപ്പ് അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആർട്ടിസ്റ്റ്. ഖത്തറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവന്റ് ഡെക്കോ ഒക്കെ വേണമെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്തോ. ഇൻസ്റ്റാ പേജിന്റെ പേര് ബഡ്ജറ്റ് ഡെക്കോർ ഖത്തർ. അപ്പൊ ആളെ വിളിച്ചാല് എല്ലാം സെറ്റാക്കി തരും. അതെ. സോ ഓക്കെ, നമ്മൾ ശരിക്കും ഹാപ്പിയാണ്, പിള്ളേരും ഭയങ്കര ഹാപ്പിയാണ്. പിള്ളേർ ഹാപ്പിയല്ലേ? എങ്ങനെയുണ്ട് ഡെക്കോ? എങ്ങനെയുണ്ട്? നൈസ്. എന്താ ഏറ്റവും ഇഷ്ടമായ ഡെക്കോയില്? ഹാർട്ട്സ് എല്ലാം ഇഷ്ടമായി. ഓക്കെ, ബർത്ത്ഡേ പോസ്റ്റ് എവിടെ മക്കളെ? നിങ്ങളുടെ ഫ്രണ്ട്സ് പോസ്റ്റ് കിട്ടിയിരിക്കുകയാണ് പിള്ളേർ. ഞാനും പോസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ഇതുവരെ വന്നിട്ടില്ല. ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ ഷടപടയെ എടുക്കണം. അതെ, ഒരാൾക്കും അതെ ഓടാൻ മുട്ടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് എങ്ങനെയുണ്ട് ഡെക്കോ ഒക്കെ? പൊളിച്ചില്ലേ? വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് എന്താ ഗിഫ്റ്റ്? ഗിഫ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമുക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അതിന്റെ ബേസിലൊരു കളിയാണ്. അതിന്റെ ഇങ്ങനെ റോഡിൽ കൂടെ പൊക്കോണ്ടിരിക്കാനേ. അപ്പോൾ ഒരു സുന്ദരിയായ പെണ്ണ് ലിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു. ലിഫ്റ്റിന് ചോദിച്ചു. എന്ത് ചെയ്യും? സുന്ദരിയായ പെണ്ണ് നീയല്ലേ, അപ്പൊ നിന്നെ ലിഫ്റ്റ് കൊടുക്കൂലോ. ഞാനല്ല, ഞാൻ വേറെ സുന്ദരികളൊന്നും കണ്ടിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഞാനും വേറൊരു സുന്ദരിയായ പെണ്ണും കൂടെ കുളത്തിൽ മുങ്ങി മരിക്കാൻ പോവുകയാണ്. നമുക്ക് ആരെ രക്ഷിക്കും? സുന്ദരിയായ പെണ്ണ് രക്ഷിക്കാൻ. എനിക്ക് നീന്തല് വലിയ വശമില്ല. എനിക്കറിയാലോ നിനക്ക് നന്നായിട്ട് നീന്തൽ അറിയാം. രക്ഷിക്കാൻ ഞാൻ ബാക്കി വേണ്ടേ? എന്നാലല്ലേ രക്ഷിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ജീവനോടെ വരലുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കാം. എന്നാലും ആൻസർ പറഞ്ഞാൽ എനിക്ക് ജീവനോടെ ബാക്കി ഉണ്ടാവുള്ളൂ. ഇത്ര വർഷമായിട്ട് നോക്ക് ഓരോ ആഗ്രഹം. അതാണ്, ഇത്ര വർഷമില്ലേ? എന്ത് നല്ല ഫ്രണ്ട്സാ നോക്ക്, എന്ത് ലേറ്റ് ആയിട്ടാ വന്നേക്കണോ നോക്ക്. സെബ, വാട്ട് ഈസ് ദിസ് സെബ? ഇതാരാണ്? മെഹറിൻ, മനാൽ, വൈശാഖി. ലുക്ക് അറ്റ് ദ ഡ്രസ്സിങ്. എല്ലാവരും നല്ല ക്യൂട്ടായിട്ടില്ലേ? അടിപൊളി. ഓഫ്, നിങ്ങൾ ഹയ മാത്രം എന്ത് പറ്റി? പാവാട ഇല്ലേ? പൊളി, സൂപ്പർ. ഞാനും അവരെ കൂടെ മാച്ചിങ് ആണ്. ഇത്രയും പിള്ളേരെ കൂടെ ഞാനും ഉണ്ട്. അടുത്ത ഫ്രണ്ട് വന്ന് നമ്മുടെ
ഫോട്ടോഗ്രാഫർ സ്റ്റാർ എത്തിയിട്ടുണ്ട്. അഞ്ജു, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്റെ ഓണം ഫോട്ടോസ് ഒക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, അതെടുത്ത ആളാണ് നിൽക്കുന്നത്. കമോൺ. ഒരുമിച്ച് മേടിച്ചതാ? അടിപൊളി. ക്യൂട്ടായിട്ടുണ്ടല്ലോ. ഈ പാർക്കിൽ വന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. വീക്കെൻഡൊക്കെ വല്ലോ ഒന്ന് ഇറങ്ങിക്കൂടെ പുറത്ത്. നോക്ക് എത്ര മനുഷ്യരാണ് പാർക്കിൽ വന്ന് ഇങ്ങനെയൊക്കെ നിക്കണത്. നമ്മളെന്താ ഇങ്ങനെ? നമ്മള് കുറച്ചൊക്കെ പുറത്തൊക്കെ ഇറങ്ങണം കേട്ടോ. ഒരു സ്ഥലത്ത് ഇറങ്ങൂല, മൂടി പൊതിച്ച് ഏതെങ്കിലും മൂലയെ കിടക്കും ഞാൻ. ഒന്ന് മാറ്റിയെടുക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. God bless you, dears. May God bless you, dear. Happy birthday, happy birthday, happy birthday കിട്ടുന്നൊരു കടയിലുണ്ട് കേട്ടോ. ഞാനുണ്ട്, ചക്കുണ്ട്. ചക്കു വരാന്നറിയാവോ? എൻ്റെ ദീപ്സിൻ്റെ മോളാണ്, എൻ്റെ മോൾ തന്നെയാണ്. അപ്പം എനിക്ക് ചക്കു പറഞ്ഞ് ചക്കു അസായി ബോൾ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണേ. ഇതാണ് സംഭവം. എന്തൊക്കെയാണ് നമ്മളുടെ കയ്യിൽ ഇടാനുള്ളത്? പീനട്ട് ബട്ടർ, ഹണി, മിൽക്ക് പൗഡർ, സ്ട്രോബെറി, ഓക്കെ. ഇത്രയും ഇട്ടിട്ട് നമ്മളിപ്പോൾ ഒരു അസായി ബോൾ ഉണ്ടാക്കിയിട്ട് തിന്ന് കാണിച്ചു തരാം. സംഭവം ഇങ്ങനെ ഈ പഴവും സ്ട്രോബെറിയും മിൽക്ക് പൗഡറും ഇതൊക്കെ ഇട്ട് ഹെൽത്തിയാണെന്ന് പറയാം അല്ലേ? ഹെൽത്തിനോ? അതിൽ ഹണി ഉണ്ട്, ഗ്രനോള ഉണ്ട്, മിൽക്ക് പൗഡർ പിന്നെ കുറച്ചിട്ട് അത്രേ ഉള്ളൂ. അത് പ്രശ്നമല്ല, ഹെൽത്തിയാണ് സാധനം. ഓഫ്കോഴ്സ് ഹെൽത്തി. നമ്മുടെ അസായി ബൗൾ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നോക്കിയേ, ഹണി, ബനാന, സ്ട്രോബെറി, പീനട്ട് ബട്ടർ, പിന്നെ കാഷ്യൂ ഒക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, മിൽക്ക് പൗഡർ. ഓ പൊളി സാധനം. ഈ ഒരു ലെയർ ഇങ്ങോട്ട് എത്തണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. മിക്സ് മിക്സ്. ഓ യമ്മി, രക്ഷയില്ല. Do you want the candle to be in frame? So good. So കഴിഞ്ഞു. നമ്മള് ഫോട്ടോഗ്രാഫി നല്ലൊരു ചാലഞ്ച് ആയിരുന്നു ഗൈസ്. അയ്യോ, അതായത് ആസ്പയർ പാർക്കിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് ഇങ്ങോട്ട് വരല്. ബെറ്റർ നിങ്ങൾ അൽബിദ അല്ലെങ്കിൽ മിയ പാർക്ക് വരാതെ നോക്കും. ഇവിടെ രക്ഷയില്ല ഗൈസ്. ഇവിടെ എത്ര പ്രാവശ്യം നമ്മൾ ഗെറ്റ് ഔട്ട് അടിക്കാൻ ആൾക്കാർ വന്നെന്ന് അറിയാം. പിന്നെ കൈയും കാലും പിടിച്ചാണ് ഈ ഒരു നല്ല കളറായി നമ്മളെ അഞ്ജുഷിന്റെ അടിപൊളി ഫോട്ടോസ് ഇതിൻ്റെയോടൊപ്പം ഞാൻ ഇടുന്നതായിരിക്കും. പോളി കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്രയും ചാലഞ്ചിങ് ആയിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ടാണ് 1-2 ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പം അതൊക്കെ ആയിട്ട് നമ്മളിതാ ഉടനെ എൻ്റെ വ്ളോഗ് വരുന്നതായിരിക്കും. അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. അയ്യോ ഒന്നും പറയണ്ട, നല്ല രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തു. ഡെക്കോ ഒക്കെ ആൾ കറക്റ്റ് വന്നു ചെയ്തു. എല്ലാ പിള്ളേരും ഫ്രണ്ട്സും ഒക്കെ എല്ലാം ഒരു ഹാപ്പി വൈബ് ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ആസ്പയർ പാർക്കിൽ എല്ലാം സെറ്റാക്കി. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു നല്ലൊരു, എനിക്ക് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നല്ലൊരു ഒരു പിക്നിക് സെറ്റപ്പൊക്കെയാണ് ചെയ്തത്. ഒരു ചെറിയൊരു ബാക്ക് ഡ്രോപ്പ് വെച്ചിട്ടുണ്ട് എൻ്റെ ബാക്കിൽ. ഇങ്ങനെ ഒരു സാധനം, പിന്നെ ഒരു ചെറിയ ബോഹോ സംഭവം ഇങ്ങനെ അങ്ങനെ വെച്ചിട്ടൊരു ബാക്ക് ഡ്രോപ്പ് വെച്ചിരുന്നു. സെക്യൂരിറ്റികൾ ഇങ്ങനെ വരാൻ തുടങ്ങി ഓരോരുത്തരായിട്ട്. പറഞ്ഞ് ഓക്കെ ഇവിടെ ബർത്ത്ഡേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഡെക്കോ ചെയ്യുന്ന അലൗഡല്ല. അങ്ങനെ ഡെക്കോ എന്ന് പറയാനൊന്നുമില്ല. അതായത് ചുറ്റും നോക്കുകയാണെങ്കിൽ വലിയ ടേബിൾസും ചെയേഴ്സും ഇട്ടിട്ട് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. വലിയ 5-6 ടേബിളൊക്കെ ഇട്ട് വലിയ ഫാമിലീസാട്ടോ ചുറ്റിനും ഇരിക്കുന്നത്.
അങ്ങനെ വലിയ ടേബിൾസ്, വലിയ ചെയർസും മറ്റേ പിക്നിക് ചെയർസ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് ആൾക്കാർ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിരിപ്പുണ്ട്. പക്ഷേ നമ്മൾ താഴൊരു കാർപ്പറ്റ്, ഭംഗിയുള്ളൊരു കാർപ്പറ്റ് വിരിച്ച് ഭംഗിയുള്ളൊരു ടേബിൾ വെച്ച് കുറച്ച് ഫ്ലവേഴ്സ്, കുറച്ച് എന്താ പറയുക, കുറച്ച് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് ഭംഗിയാക്കി വെച്ചത് they were not able to digest. എന്നിട്ട് വന്നിട്ട് അപ്പം അങ്ങനെ ചെയ്തുകൂടാ കാര്യങ്ങളായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ബാക്ക് ഡ്രോപ്പ് വെച്ച് ആ ചെറിയൊരു സാധനം, ഒരു ഈസൽ പോലെ വെച്ചിരുന്നു, അത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് മാറ്റി. അറ്റ്ലീസ്റ്റ് താങ്ക്ഫുൾ അവർ നമ്മൾ ആ ബർത്ത്ഡേ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്ത് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞില്ല. ദാറ്റ് താങ്ക്ഫുൾ. അത്രയെങ്കിലും നല്ലൊരു ഉപകാരം അവർ ചെയ്തു, അറ്റ്ലീസ്റ്റ് അലൗ ചെയ്തു. പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന, ഓഫ് കോഴ്സ് അതൊരു വലിയ കൺസേൺ ആണ്. ഇപ്പം ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ബാക്കിലാരും വരാൻ പറ്റില്ല. അപ്പം അതൊക്കെ ഭയങ്കര ശ്രദ്ധിച്ച് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ. അത് അനദർ ചലഞ്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിള്ളേർ, പാവം പിള്ളേർ, ടിക്ടോക്കിന് അവർ വീഡിയോ എടുക്കണം. അവരുടെ ടിക്ടോക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അവരവരുടെ വീഡിയോ എടുത്ത് പോവുക. അപ്പോഴേക്കും വന്ന് എവിടെ നിന്നാണ് ഈ കണ്ടിട്ട് വരണതെന്ന് എനിക്കറിയില്ല. ഡാൻസ് ചെയ്യാൻ പാടില്ല പോലും. ഐ മീൻ, ഇതിനൊക്കെ എന്താ പറയുക? എനിവേ, അതായിരുന്നു അപ്പം ഇന്നത്തെ കുറച്ച് ഒരു ചലഞ്ചിങ് ബർത്ത്ഡേ. നമ്മൾ ബിക്കോസ് നമ്മൾ കുറച്ച് ഒരു എന്താ പറയുക, ഒരു ക്ലാസ് ലെവലിലൊന്ന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഒരു ബർത്ത്ഡേ അവിടെ നടത്തിയതാണ് നമ്മൾ ചെയ്ത തെറ്റ്. എനിക്ക് അറിഞ്ഞൂടാ എങ്ങോട്ടാണ് ഈ ലോകം പൊക്കോണ്ടിരിക്കുന്നത് എന്ന്. ഇറ്റ് ഈസ് എ കൺസേൺ ശരിക്കും. കൊച്ചു കുട്ടികളല്ലേ, അവരവരെ ബർത്ത്ഡേ ആഘോഷിച്ചോട്ടെ. ബാക്കിയുള്ളവർ അവിടെ സാധാ കസേരയിട്ടിട്ട് അവർ ചെയ്യുന്ന സംഭവം തന്നെയാണ്. നമ്മൾ ഇച്ചിരി ഒരു ഫാൻസി ഒരു ടേബിളും കുറച്ച് പൂക്കളും വെച്ചേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. എന്തിനാണ് ഈ അസൂയയും കുശുമ്പും ജലസിയും നിറഞ്ഞ മൈൻഡ് സെറ്റ്? ഐ ഡോണ്ട് നോ. എന്താണ് അത്രയും നേരമെങ്കിലും നമ്മുടെ ഡേ സ്പോയിൽ ചെയ്തിട്ട് അവർക്ക് എന്താ കിട്ടിയത് അതിൽ നിന്ന്? ഐ ഡോണ്ട് നോ. എനിവേ, ബാക്കി എല്ലാ രീതിയിലും വി എൻജോയ്ഡ്. എനിക്ക് തോന്നുന്നു കുട്ടികളും ഹാഡ് എ ഗുഡ്. റയയുടെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയ ഗിഫ്റ്റാണ് കേട്ടോ. നോക്കിയേ, സനി എടുത്ത ഫോട്ടോ ആണ്. അതിന് എന്താ പറയുക, എന്താ പറയുക, ജസ്റ്റിസ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. ലിറ്ററലി ഒരു എന്താ പറയുക, സൂപ്പർ ബർത്ത്ഡേ ഗിഫ്റ്റ്. എനിക്ക് സത്യം, ദിസ് ഈസ് എൻ ഐഡിയ ദാറ്റ് ഐ ക്യാൻ ഡു ഫോർ മൈ ഫ്രണ്ട്സ്. ഐ മീൻ, ഇപ്പോഴത്തെ കുട്ടികളെ ലിറ്ററലി ഐ നീഡ് ടു അപ്രീഷിയേറ്റ് ഫോർ കമ്മിങ് അപ്പ് വിത്ത് സച്ച് എന്താ പറയുക, ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ദ 14th ബർത്ത്ഡേ എഡിഷൻ ഹയ സനൂജ് ഷീക്ക് ബോൾഡ്. വാവ്, This looks like a Vogue magazine. Yeah, it's a mini Vogue magazine. ഒന്ന് തുറന്ന് കാണിക്കോ ഹയ? Is it like the index? സോ അത് തുറക്കുമ്പോൾ തന്നെ ദേ ഇങ്ങനെ ടേബിൾ ഓഫ് കോണ്ടൻസ് ആൻഡ് കണ്ട ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കവർ സ്റ്റോറി. Cover star. അതിനെയാണ് കവർ സ്റ്റാർ ആക്കി വെച്ചേക്കുന്നത്. ആൻഡ് ദെൻ ലെറ്റർ ഫ്രം ദ എഡിറ്റർ. വാവ്, ഇറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ് അല്ലേ? അടിപൊളി. ഇങ്ങനെ വേണം ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യാൻ. ഇതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ശരിക്കും തോന്നി. ബിക്കോസ് ഇത്രയും എഫേർട്ടും ഇത്രയും ക്രിയേറ്റീവ്, ഇത്രയും ഐഡിയ എടുത്ത ഒരു ഗിഫ്റ്റ്. ഗ്ലിംസ് ഓഫ് ദ ഗ്രൂപ്പ്, ഷട്ടർ, ഇതാണ് നമ്മുടെ പൂച്ചകൾ. ഏഞ്ചൽ, ഇത് ലക്കി, ദിസ് ഇസ് ലൂണ. ഇപ്പം ഇവള് അഡോപ്ഷൻ പോയി, നമ്മുടെ ഇല്ല. ഇതാരൊക്കെയാ? ഐവിയും ലൂണയാണിത്. എഡിയും ലൂണ. സോ ഇതൊക്കെ നമ്മുടെ പൂച്ചാസ്. വാട്ട് ഷീ ലവ്സ്. ഇത് സനി എടുത്ത ഹയയുടെ ഒരു ഫോട്ടോയാണ് കുഞ്ഞിലെ. യു ആൻഡ് ദ ഡാം പോസ്, ഹർ വൈബ്സ്. വാവ്. Icon from since birth. Icons in fresh face, no filter, pure star power. The earliest edition of a legend. Wow. February chapter 2 of 12. അടിപൊളി. ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ദിസ് ഇസ് ലൈക്ക് എ ലൈഫ് ലോങ് കീപ്സേക്ക്. Last year's birthday was like a bouquet. സോ അങ്ങനെ ജസ്റ്റ് ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരണമെന്ന് തോന്നി, ബിക്കോസ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇനി നിങ്ങൾക്കും ഇതുപോലെ ഫ്രണ്ട്സിനും വല്ലതും ബർത്ത്ഡേക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് റൈറ്റ് ചെയ്യായിട്ട് കൊടുക്കാമെങ്കിൽ അതൊരു ഇതല്ലേ, ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതാണ് അങ്ങനെ കുറച്ചൊരു ചെറിയ ബുദ്ധിമുട്ടൊഴിച്ച് ഇറ്റ് വാസ് അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. പിള്ളേർ എൻജോയ് ചെയ്തു ശരിക്കും. അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗുഡ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരെ എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരാം, പിന്നെ ബാക്കി പരിപാടി അവർ തന്നെ ആയിക്കോട്ടെ എന്നായിരുന്നു. പക്ഷേ ഈ സെക്യൂരിറ്റീൻ്റെ ഈ ടോർച്ചർ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ തന്നെ നിന്ന് ഇവരെ കഴിയുന്നവരെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഒരുമിച്ചാണ് തിരിച്ചു വന്നത്. അപ്പം അങ്ങനെ അടിപൊളി ദിവസമായിരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തോ? ലൂഡു? എന്നാലും എന്തായിരുന്നു ബർത്ത്ഡേയിൽ ഏറ്റവും എൻജോയ് ചെയ്തത്? Because like I enjoyed everything. Yeah. പിന്നെ ഡെക്കോയൊക്കെ ഇഷ്ടമായ? Yeah, it's so good. സോ ഗുഡ്. Yeah. It was better than the last time we did. ഫുഡ് ഇഷ്ടമായ? Deco. ഫുഡ് വാസ് അമേസിങ് അല്ലേ? അങ്ങനെ എല്ലാം കൊണ്ട് കൊള്ളാം. അപ്പം ഡെക്കോ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പരിചയപ്പെടുത്തി പുള്ളിക്കാരത്തിയായിരുന്നു. നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആൾ. ബഡ്ജറ്റ് റേറ്റിലാണ് ഡെക്കോ ഒക്കെ ചെയ്തു തന്നത്. അപ്പോൾ ഖത്തറിൽ ഇങ്ങനത്തെ ചെറിയ പാർട്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെക്കോ ആവശ്യമുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്ത് അടിപൊളിയാട്ടോ. അവർ ഭയങ്കര ആത്മാർത്ഥതയോടെയാണ് എല്ലാം ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത് ഒരു ശ്രീലങ്കൻ ഇതാണ്, അതും ഖത്തറിലുള്ളതാണ്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ഫിംഗർ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അവരുടെ ഫുഡ്. എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസും തരാം. സോ ദാറ്റ് വാസ് സെറ്റ്. അപ്പോൾ ഒരു അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. മീ വൈൻഡ് അപ്പ് ദിസ് വ്ളോഗ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, അപ്പോൾ ബൈ, ലവ് യു ഓൾ.